പാലക്കാട് നെന്മാറയിൽ 17-കാരൻ നേരെ പോലീസിന്റെ കാടത്തം. പോലീസ് ജീപ്പിലെത്തിയ SI 17-കാരന്റെ തല ജീപ്പിനകത്തേക്ക് വലിച്ച് മുഖത്തടിച്ചു. എന്നാൽ പോക്കറ്റിൽ കഞ്ചാവുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ചെയ്തതെന്നാണ് പോലീസിന്റെ വല്ലാത്ത വിശദീകരണം. 24 വാർത്തയെ തുടർന്ന് ജില്ലാ പോലീസ് മേധാവി അന്വേഷണത്തിന് ഉത്തരവിട്ടു. പാലക്കാട് നെന്മാറയിൽ 17-കാരനെ വാഹനത്തിനകത്തേക്ക് മുടി വലിച്ചുപിടിച്ച് പോലീസ് മർദ്ദിച്ചത് ഇന്ന് രാവിലെ. ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ പോലീസ് പ്രതിരോധത്തിലായി. ഇന്ന് രാവിലെ കടയിൽ നിന്ന് സാധനം വാങ്ങിക്കാൻ 17-കാരൻ ജംഗ്ഷനിൽ നിൽക്കുമ്പോഴാണ് പോലീസ് സംഘം എത്തിയത്. കാര്യമായി ഒന്നും ചോദിക്കാതെ വിദ്യാർത്ഥിയുടെ മുടി പിടിച്ചു വലിച്ച് പോലീസ് ജീപ്പിനകത്തേക്കാക്കി മുഖത്തടിക്കുകയായിരുന്നു. തന്നോട് പോലീസ് ഒന്നും ചോദിച്ചില്ലെന്നാണ് 17-കാരൻ പറയുന്നത്. മുടി പിടിച്ച് നല്ല ശക്തമായി പിടിച്ച് വലിച്ച് ഉള്ളിലേക്കാക്കി. എന്നിട്ട് ഈ ഭാഗത്ത് നല്ല ഇടിച്ചു നല്ല തല്ലി ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ അപ്പം തന്നെ പിന്നെയും തല്ലി. പിന്നെ നല്ല ഇടിച്ചു. അത് എന്നിട്ട് ഇവിടെ നിൽക്കണ്ട പോകാറുണ്ട്. അപ്പം ഞാൻ അടങ്ങി നിന്ന് വെച്ച് അങ്ങനെ കുറച്ച് നിന്നു. അപ്പോൾ ഒരു ലാത്തി എടുത്ത് ഇങ്ങനെ കുത്താൻ വേണ്ടി വന്നു. അപ്പോഴേക്കും ഞാൻ പിന്നെ മാറി അങ്ങനെ പോയി. ശാരീരിക ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട വിദ്യാർത്ഥി രക്ഷിതാക്കൾ എത്തിയ ശേഷം നെന്മാറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടുകയായിരുന്നു. പരാതി ഒഴിവാക്കാൻ പോലീസിൽ നിന്ന് ശ്രമങ്ങൾ ഉണ്ടായെന്നാണ് വിദ്യാർത്ഥിയുടെ പിതാവ് പറയുന്നത്. ഇത് സ്റ്റേഷനിൽ ഞാൻ പോയിരുന്നു. അതേമാതിരി കംപ്ലൈൻറ്റ് ചെയ്യാൻ പോകുകയെന്ന് പറഞ്ഞപ്പോൾ SI സാർ വന്നിട്ട് നമുക്ക് സംസാരിക്കാം, വരട്ടെ, എന്താ സംഭവം എന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞു. പോലീസ് തോന്നിയാസത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ അവർ നൽകുന്ന വിശദീകരണമാണ് വിചിത്രം. പോക്കറ്റിൽ കഞ്ചാവ് ഉണ്ടോ എന്നുള്ള പരിശോധനയായിരുന്നത്രേ അവിടെ നടന്നത്. 24 വാർത്തയെ തുടർന്ന് സംഭവത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ പോലീസ് മേധാവി R ആനന്ദ് ഉത്തരവിട്ടു. എന്തായാലും അനുരഞ്ജനത്തിനില്ല, പരാതിയുമായി മുന്നോട്ടു പോകുമെന്നാണ് 17-കാരന്റെ പിതാവ് പറയുന്നത്. രാജീവ് സുദേവനൊപ്പം നെന്മാറയിൽ നിന്ന് നിഖിൽ പ്രമേഷ്, 24.